ഒരു ദിവസം മൊത്തം നേന്ത്രപ്പഴം മാത്രം കഴിച്ചാൽ അന്ന് നമുക്ക് സർവൈവൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇന്നത്തെ വീഡിയോയിലൂടെ. ചാറ്റ് ജിപിടിയോടും ചോദിച്ചു ഒരു ദിവസം മൊത്തം നേന്ത്രപ്പഴം മാത്രം കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ചാറ്റ് ജിപിടി എന്ന ആൻസർ എന്താ? ചാറ്റ് ജിപിടി ആൻസർ ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഒരു ചലഞ്ചിന് വേണ്ടി മാത്രം സെറ്റാക്കി വെച്ച നേന്ത്രപ്പഴ കൊലട്ടെ നിങ്ങൾ ഈ കാണുന്നത്. സമയം രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പകരം 2 നേന്ത്രപ്പഴം കഴിച്ചു കണ്ടിട്ട് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈമിൽ പഴം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓർഗൻസ് ഫെയിലിയർ ആവാനും പെർമനന്റ് മസിൽ ലോസും അങ്ങനത്തെ പല തരത്തിലുള്ള റിസ്ക് ഉണ്ടാവും. പക്ഷേ ഷോർട്ട് ടൈം ആയിക്കൊണ്ട് 1-2 ദിവസം മാത്രം പഴം കഴിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല, നല്ല കലോറീസും എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. സത്യം പറഞ്ഞ കാലം നുളുക്കിയിട്ട് അതിന്റെ റെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമയം ഉച്ചക്ക് 1 മണിയായി. ചോറിന് പകരം 3 നേന്ത്രപ്പഴമായിട്ട് നമ്മളിന്ന് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ഇതുവരെ ഒരു അരിഭക്ഷണം പോലും കഴിക്കാത്തതുകൊണ്ട് ഒടുക്കത്തെ വിശപ്പേന് കേട്ടോ. പഴം മുഴുവനായി കഴിച്ചാൽ വിശപ്പ് മാറും, പക്ഷെ വയറൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ പഴം കഴിച്ചിട്ട് 4 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വിശപ്പ് കാരണം ഞാൻ വീണ്ടും ഒരു പഴം കൂടി കഴിച്ചിട്ടോ. അങ്ങനെ പഴം കഴിച്ച് കഴിക്കാനും കഴിയണില്ല, എന്നാൽ വിശപ്പ് കാരണം കഴിക്കാതിരിക്കാനും കഴിയണില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ. അങ്ങനെ രാത്രി വിശപ്പ് കാരണം ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ 10 മണിക്ക് പഴം കഴിക്കാൻ പോകും. അങ്ങനെ വിശപ്പിന് ഒരു ശമനം കിട്ടാൻ വേണ്ടി ഒറ്റ പഴം മാത്രം കഴിക്കണോ കേട്ടോ. കഴിച്ച ഉടനെ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതുപോലെ വെറൈറ്റി ചലഞ്ച് ഒക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, അതുപോലെ ഞാൻ ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ.